നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ ചെയ്യാൻ പോണത് നമുക്കിപ്പോൾ മഞ്ഞുകാലമാണ്. അപ്പോൾ നല്ല പനിയും ജലദോഷം തലവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാനുള്ള ഒരു ഒറ്റ ഔഷധ കഷായമാണ് കേട്ടോ, പേരയുടെ ഇല കഷായം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ട പേര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പേരക്ക ഉണ്ടാകുന്ന മരത്തിൻ്റെ കൂമ്പ്. എന്താ വെച്ചാൽ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം, പുറത്തുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയണത് ഇത് പേരയുടെ ഇല കൂമ്പാണ് കേട്ടോ. കൂമ്പ് കിട്ടുകയാണ് നല്ലത്. ഇത് വേണം. പിന്നെ തുളസി, അത് കൃഷ്ണ തുളസി, കറുത്ത തുളസിയാണ് ഏറ്റവും നല്ലത്. തുളസിയുടെ ഇല, പിന്നെ പച്ചമഞ്ഞൾ ഒരു കഷ്ണം. പിന്നെ വേണ്ടത് ആടലോടകത്തിൻ്റെ ഇല, ചെറിയ ആടലോടകം എന്ന് പറയും. വലിയ രണ്ട് തരം ആടലോടകമുണ്ട്. ചെറിയ ആടലോടകത്തിൻ്റെ ഇല കൂമ്പാണ് എടുത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് നമ്മളെ തുമ്പ, നമ്മൾ ഓണത്തിനൊക്കെ പൂടുന്ന തുമ്പുണ്ടല്ലോ, നല്ല തുമ്പ. ഇത് വലിയൊരു ഔഷധമാണ്, ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് പോവുകയാണ്. ഈ തുമ്പക്കൊടെന്നാണ് പറയുക. ഈ തലക്കിൽ ഈ പൂവോട് കൂടി പൊട്ടിക്കുന്ന ഇതിനെ തുമ്പക്കൊടെന്ന് പറയാം. ഇതും വേണം ഈ കഷായത്തിന്. ഇത്രയും സാധനങ്ങൾ പച്ചയായിട്ട് വേണം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം. പൊടിക്ക് വേണ്ടത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക്, ജീരകം, ചുക്ക്. ഈ ചുക്ക് വന്നിട്ട് നമ്മൾ തോല് ചീന്തിയിട്ട് വേണം കേട്ടോ പൊടിക്കാൻ. ഇതിന് മേലെ ഒരു തോലുണ്ട്. ആ തോലോടുകൂടി, ഇഞ്ചിയുടെ തോലോടുകൂടി ഉണക്കിയതാണ് ഈ ചുക്ക്. അപ്പോൾ ഈ ചുക്കിൻ്റെ തോല് ചീന്തി കളഞ്ഞിട്ട് വേണം നമ്മൾ കഷായം ഉണ്ടാക്കാൻ. തോല് ചീന്തിയിട്ട് പൊടിച്ചിട്ട് വേണം കഷായം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം. ഈ പച്ചമഞ്ഞൾ ചതച്ചെടുക്കാം, ഇത് പൊടിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കഷായം ഉണ്ടാക്കാം. കഷായം വയ്ക്കാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നല്ല അടി കട്ടിയുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മഞ്ഞൾ, പച്ചമഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ കിട്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പേരയുടെ ഇല, അതുമാതിരി തുളസിയുടെ ഇല, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ആടലോടകത്തിൻ്റെ ഇല, എല്ലാ ഇലകളും നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഇതിലിട്ട് നമ്മൾ നല്ല പച്ചവാസന പോകുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഇലകളും മഞ്ഞളും നമുക്ക് നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് ചീഞ്ചട്ടിയിൽ കിടന്നിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ജാതിക്കയുടെ കഷ്ണം, ജാതിക്കയില്ലേ അതിൻ്റെ തോട്, വലിയൊരു കായല്ലേ ഉണ്ടാവും, അതൊന്ന് പൊട്ടിച്ച് ഒരു പകുതി കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുമാതിരി തന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഫക്കെട്ടിന് വളരെ നല്ലതാണ് കേട്ടോ. എൻ്റെ തൊണ്ടകെട്ടിൻ്റെ കുട്ടികളുടെയൊക്കെ തൊണ്ടകെട്ടി കഫക്കെട്ട് വന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ കഷായം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ഇതിലേക്ക് 2 പേർക്ക് കുടിക്കാനുള്ള കഷായമാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെച്ചിട്ട് നമ്മൾക്ക് അത് 1 ഗ്ലാസ്സാക്കി വറ്റിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ആ ഉള്ളിലുള്ള നീരൊക്കെ കഷായമായി മാറുള്ളൂ. അപ്പോൾ നമ്മൾക്കത് ഇപ്പോൾ 2 പേർക്കാകുമ്പോൾ അര ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഗ്ലാസ് ഒഴിച്ച് 1 ഗ്ലാസ് ആക്കണം നമ്മൾ. ഇപ്പോൾ എല്ലാം കൂടി തിളച്ചിൻ്റെ ഇലകളൊക്കെ ഇട്ട് കഷായം റെഡി ആയിട്ടുണ്ട്. ഈ കഷായത്തിലേക്ക് തിളച്ച് നല്ല കുറുകി വരുമ്പോൾ, നമുക്ക് വേണ്ട അത്ര അളവ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചുക്ക്, ജീരകം, കുരുമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ കുരുമുളക് നിറയെ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈ വെള്ളം വറ്റിയ ശേഷം നമ്മൾ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അത്യാവശ്യത്തിന് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക്. അപ്പോൾ നല്ല ചുക്കും ജീരകമൊക്കെ അതിൻ്റെ അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു കഷായം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കഷായം നമ്മൾ ഈ മഞ്ഞുകാലത്തും മഴക്കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞുകാലത്ത് തന്നെയാണ്. മഞ്ഞുകാലത്ത് തൊണ്ട കെട്ടുക, കഫം കെട്ടുക, പനി, ജലദോഷം, തലവേദനയ്ക്കൊക്കെ പറ്റിയൊരു മരുന്നാണ് കേട്ടോ. ഇത് 3 നേരം കഴിക്കുക. കാലത്തും ഉച്ചയ്ക്കും രാത്രിയും ഒരു 1/4 ഗ്ലാസ് വീതം കുടിച്ചു കഴിഞ്ഞാൽ, വലിയവർക്കാണെങ്കിൽ അര ഗ്ലാസ് കുടിക്കുക, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 സ്പൂണ് തേനും ചേർത്ത് കൊടുക്കുക. നമുക്ക് വലിയവർക്ക് ഷുഗറൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ പനക്കലക്കണ്ടില്ലേ, അല്ലെങ്കിൽ വെല്ലം, ശർക്കര, അത് എന്തെങ്കിലുമൊക്കെ മധുരം ചേർത്ത് കൊടുക്കാം. ഷുഗറുള്ളവർ ഒന്നുമില്ലാതെ കുടിക്കുകയാണ് നല്ലത്. ഇത് ഇങ്ങനെ തന്നെ കുടിക്കുകയാണ് നല്ലത് കേട്ടോ. ഈ കഷായം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.